സർ, ഇന്ത്യ ഭരിച്ചിരുന്ന ഇസ്ലാമിക രാജാക്കന്മാരെ എപ്പോഴും പുകഴ്ത്തി മാത്രമാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമ്മളെല്ലാം പഠിച്ച് വളർന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ട് NCERT ഇപ്പോൾ പുറത്തിറക്കിയ 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അതായത് ഈ ഇസ്ലാമിക രാജാക്കന്മാർ ചെയ്ത യഥാർത്ഥ സംഭവങ്ങൾ, അതായത് ക്ഷേത്രങ്ങൾ തകർക്കുന്നു, നഗരങ്ങൾ തകർക്കുന്നു, ഇതടക്കം വിവരിക്കുന്നു. ഇതൊരു വലിയ മാറ്റമല്ലേ? ഇതൊരു വലിയ മാറ്റമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ NCERTയുടെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആണ് ഈ ഡൽഹി സുൽത്താനേറ്റ്, ഈ മുഗൾ ഭരണത്തിന് മുമ്പുള്ള ആ ഡൽഹി സുൽത്താൻമാർ, പിന്നെ മുഗൾ രാജാക്കന്മാർ, ഇവരെയൊക്കെ പറ്റി വളരെ പൊതിഞ്ഞാണ് ഇവർ ഭരണപരിഷ്കാരങ്ങൾ. മുമ്പ് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഇന്ന രാജാവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാണല്ലോ പഠിക്കുക. അദ്ദേഹം ചുമട് താങ്ങി ഉണ്ടാക്കി, അദ്ദേഹം സംഭാരം വിതരണം ചെയ്തു ജനത്തിന് എന്നൊക്കെയുള്ള മട്ടിൽ ഉള്ള ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് 10-12 കാര്യമായിരിക്കുമല്ലോ. നികുതി പിരിവ് കൂട്ടി, അല്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. ജിസിയ എന്ന് പറഞ്ഞ നികുതി ഇല്ലേ, ഹിന്ദുക്കൾക്ക് ഉള്ള, അമുസ്ലിങ്ങൾക്കുള്ള നികുതി അക്ബറൊക്കെ ഏർപ്പെടുത്തിയത്, ഇതും മഹത്തായ കാര്യം പോലെയാണ് നേരത്തെ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ തുടങ്ങിയിട്ട് ആണ്. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ ഇതില്ല, 8ാം ക്ലാസ്സിൽ മാത്രമാണ് ഈ ഇസ്ലാമിക രാജാക്കന്മാരെ പറ്റി സിലബസിൽ പാഠങ്ങൾ വന്നിരിക്കുന്നത്. അത് ശരിക്കും യഥാർത്ഥ കാര്യങ്ങൾ, ബാബർ മുതൽ ഉള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രം തകർത്തത്, നഗരങ്ങൾ തകർത്തത്, സ്ത്രീകളെ അടിമകളാക്കി വെച്ചത്, പിന്നെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്തത് ഒക്കെ യഥാർത്ഥത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും അതുപോലെ വിവരിക്കുന്നു, അതുപോലെ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ അക്ബറും ഒക്കെ മഹാനാണെന്നൊക്കെ പറഞ്ഞ് ധാരാളം ദിന്നില്ലാഹി എന്ന് പറഞ്ഞ ഇല്ലേ, എല്ലാവർക്കും ചേർന്ന മതം സ്ഥാപിച്ചു എന്നൊക്കെയാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെയല്ല, ചിത്തോർഗഡില് 30,000 പേരെ കൊലപ്പെടുത്തിയ സംഭവമൊക്കെ ഉണ്ടേ. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് നേരത്തെ പാഠങ്ങളിൽ വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിരുന്നു. ഇപ്പോൾ സത്യത്തിൽ ഇവിടെ ഹിന്ദുക്കൾ സതി എന്ന് പറഞ്ഞൊരു സംഗതി അനുഷ്ഠിച്ചിരുന്നു, അനാചാരമായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. രാജാ റാം മോഹൻ റായ് വന്നാണ് നിർത്തിയതെന്നൊക്കെ ഉള്ളത്. സത്യത്തിൽ സതി എങ്ങനെയാണ് നിലവിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിം രാജാക്കന്മാരുടെ മുമ്പിൽ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ കീഴടങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആണ് ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യ ചാടി മരിക്കുന്നത്. അങ്ങനെയല്ലേ സതി നിലവിലൊക്കെ വരുന്നത്. ആ സതിയുടെ കാര്യമൊന്നും ഇതിൻ്റെ അകത്തില്ല, ഉള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതിൽ ഇനി ഉദാഹരണത്തിന് ബാബറിനെ പറ്റി ഇതിൽ പറയുകയാണെ, ബ്രൂട്ടൽ ആൻഡ് റൂത്ത്ലെസ് കോൺഗ്രർ, സ്ലോട്ടറിങ് എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് സിറ്റീസ്. ഏറ്റവും ക്രൂരനായ, അല്ലേ, ഹീനനായ അധിനിവേശക്കാരൻ, കോൺഗ്രർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഗരങ്ങളിലെ ജനങ്ങളെ മുഴുവൻ കൊലപ്പെടുത്തിയിരുന്ന ഒരാൾ. അതാണ് ബാബറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വാചകം. അക്ബറിനെ പറ്റി പറയുന്നിടത്ത് ബ്ലെൻഡ് ഓഫ് ബ്രൂട്ടാലിറ്റി ആൻഡ് ടോളറൻസ്. മുമ്പ് ടോളറൻസ് മാത്രമാണ് പറയുക, ഇതിൽ ബ്രൂട്ടാലിറ്റി, അതായത് ക്രൂരതയും സഹിഷ്ണുതയും ചേർന്നൊരു വ്യക്തിത്വം എന്ന് പറഞ്ഞിരിക്കുന്നു. ഔറംഗസേബിനെ പറ്റി പറയുമ്പോൾ ക്ഷേത്രങ്ങൾ മാത്രമല്ല, ജൈന ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും ഒക്കെ ആക്രമിച്ച് തകർത്ത ഒരാളെന്ന് ഔറംഗസേബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് NCERT 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സോഷ്യൽ സയൻസ് പുസ്തകത്തിലുള്ളതാണ്. ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ കാലഘട്ടം, അതായത് ഇന്ത്യയുടെ 13ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇസ്ലാമിക രാജാക്കന്മാരുടെ അസഹിഷ്ണുത മുഴുവൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്ഥലത്ത് നോട്ട് ഓൺ സം ഡാർക്കർ പീരിയഡ്സ് ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിലെ ഈ ഇരുൾ നിറഞ്ഞ ചില ഘട്ടങ്ങളെ പറ്റിയുള്ള കുറിപ്പ് എന്ന് പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഭൂതകാലത്ത് നടന്ന സംഭവങ്ങൾക്ക് ഇന്ന് ആരും ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂതകാലത്ത് നടന്ന കുറേ വൃത്തികേടുകൾ, ഇവർ നടത്തിയ വൃത്തികേടുകൾ നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇന്നത്തെ മുസ്ലിങ്ങളൊന്നും അതിന് ഉത്തരവാദിയല്ല എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ മുൻപ് നേരത്തെ പറഞ്ഞ പോലെ ഇത് 7ാം ക്ലാസ്സിൽ തന്നെ ഈ കാലഘട്ടം തുടങ്ങിയിരുന്നു.
ഇനിയിപ്പോൾ ഇത് 8-ൽ മാത്രമാണ്. സുൽത്താൻ ഭരണം, മുഗൾ ഭരണം മാത്രമല്ല, ഇതിനെതിരെ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ ചെറുത്തുനിൽപ്പുണ്ടല്ലോ. ഇപ്പോൾ ഔറംഗസേബിനെതിരെ ചെറുത്ത് നിൽക്കുന്ന ആളല്ലേ ശിവജി. ശിവജിയുടെ മകൻ, മറാത്ത ഭരണം. പിന്നെ വിജയനഗര സാമ്രാജ്യം നമ്മുടെ തെക്കേ ഇന്ത്യയിൽ വിജയനഗര സാമ്രാജ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങോട്ട് വ്യാപിക്കാതിരുന്നത്. ആ കാലത്തെ ശൃംഗേരി മഠാധിപതി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഗുരുവുമൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതിരോധം കൂടി ഇതിൽ പറയുന്നുണ്ട്. മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ സുൽത്താൻ കാലത്തിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. അസ്ഥിരമായിരുന്നു. ആ കാലത്ത് സൈനിക നീക്കങ്ങൾ ധാരാളം നടന്ന കാലഘട്ടവുമാണത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സിഖ് മതം പ്രതിരോധിക്കുന്നുണ്ടല്ലോ ഇസ്ലാമിനെ, അതും പറഞ്ഞിട്ടുണ്ട്. ഗ്രാമങ്ങൾ, നഗരങ്ങൾ കൊള്ള ചെയ്തു, ക്ഷേത്രങ്ങൾക്ക് നാശം വരുത്തി, ക്ഷേത്രങ്ങൾ പലയിടത്തും ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നേരത്തെ ഇല്ലാതിരുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറലായിരുന്ന മാലിക് കാഫർ ശ്രീരംഗം, മധുര, ചിദംബരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ അക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് 14-ാം നൂറ്റാണ്ടിൽ. രാമേശ്വരത്തും വന്നതായും അക്രമം നടത്തിയതായിട്ടും സംശയിക്കുന്നുണ്ട്. ആ കാര്യം പറയുന്നുണ്ട്. ഏതാണ്ട് നമ്മുടെ കൊല്ലം ജില്ലയില്ലേ, കൊല്ലം ജില്ലയുടെ അതിര് വരെ മാലിക് കാഫർ ആ കാലത്ത് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിന്റെ അപ്പുറത്ത് കല്ലടക്കുറിച്ചി ഭാഗത്താണ് അന്ന് ഈ വേണാട് എന്നാണ്, തിരുവിതാംകൂർ അന്നില്ല, വേണാട് രാജാവ് അന്ന് വാണിരുന്നത് ആ കല്ലടക്കുറിച്ചി ഭാഗത്താണ്. അതുകൊണ്ടാണ് ആ കല്ലടക്കുറിച്ചി ക്ഷേത്രത്തിലുമൊക്കെ ഈ ഒരു ആ കാലത്തെ രാജാവിന്റെ പ്രതിമയൊക്കെ ഉണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രത്തിന് സ്ഥലം കൊടുക്കുകയും ക്ഷേത്രം പരിഷ്കരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ രാജാവ് ആ ഭാഗത്ത് ഇരുന്നത് കൊണ്ട് ഏതാണ്ട് അതിന്റെ അതിർത്തി വരെ മാലിക് കാഫർ വരുന്നുണ്ട്. അത് ഫെരിഷ്ട എഴുതിയ ചരിത്രത്തിലുമൊക്കെ ഇത് പറയുന്നുണ്ട്. എന്നിട്ട് മധുര മീനാക്ഷി ക്ഷേത്രം, മധുരയിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക, ശ്രീരംഗം ക്ഷേത്രം കൊള്ളയടിക്കുക, എന്നിട്ട് ഇവിടുന്ന് ആനപ്പുറത്ത് ഈ കൊള്ളയടിച്ച സംഗതികളൊക്കെ സ്വർണവും എല്ലാം വഹിച്ചുകൊണ്ട് പോകുന്നത് ഈ മാലിക് കാഫറിന്റെ ഈ പലപ്പോഴും ഈ അയ്യപ്പന്റെ കഥയിലൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഇനി അയ്യപ്പൻ ഈ കീഴടക്കിയ ഒരു മുസ്ലിം ഭടൻ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ, അത് മാലിക് കാഫറെ ആയിരിക്കുമോ എന്ന് തന്നെ സംശയിക്കാവുന്ന വിധത്തില് മാലിക് കാഫറിന്റെ കഥ വായിക്കുമ്പോൾ തോന്നാറുണ്ട്. അപ്പം മാലിക് കാഫറിന്റെ കഥ ഇതിൽ പറയുന്നുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാര്യം പറയുന്നുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തല്ലേ ആ നളന്ദ സർവകലാശാല, ആ ഭാഗത്തെ സർവകലാശാലകളൊക്കെ തകർക്കുന്നതുമൊക്കെ, ബുദ്ധ കേന്ദ്രങ്ങൾ എന്നുള്ള നിലയ്ക്ക് സർവകലാശാലകൾ എന്നുള്ള നിലയ്ക്ക് നടന്നിരുന്നതാണ് അതൊക്കെ തകർക്കുന്നത്. അപ്പൊ ഡൽഹി സുൽത്താൻ കാലം പിന്നെ ജെയിൻ ഹിന്ദു ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ തകർത്ത കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആളുകളെ നശിപ്പിക്കുന്നത് ക്ഷേത്രം തകർക്കൽ മാത്രമല്ല, വിഗ്രഹഭഞ്ജനം അതും ആ കാലത്തെ അതിൻ്റെ മുഖമുദ്രയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിസിയ അമുസ്ലിങ്ങൾക്ക് ഏർപ്പെടുത്തിയത് പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെയല്ല, അമുസ്ലിങ്ങളെ പരസ്യമായി അപമാനിക്കാൻ വേണ്ടിയാണ് ജിസ്യ ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതുമാത്രമല്ല, ഈ മുമ്പ് 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് ഭൂനികുതിക്കൊപ്പം ഏർപ്പെടുത്തിയിരുന്നതാണ് ജിസ്യ എന്നേ പറഞ്ഞിരുന്നുള്ളൂ. ഇതില് അമുസ്ലിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയാണ് ജിസ്യ പരസ്യമായി അപമാനിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ നികുതി കൊടുക്കണ്ടല്ലോ, വേണ്ട, മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ അത് നിങ്ങൾ ഈ ഇന്നത്തെ ഇവിടുത്തെ ഭരണവംശവുമായി ബന്ധപ്പെട്ടവരല്ല, അതുകൊണ്ട് നിങ്ങൾ നികുതി കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ വരുന്നത്. ബാബറിനെ പറ്റി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബാബറിന്റെ ആത്മകഥയില്
സംസ്കാര സമ്പന്നൻ ആണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് ബാബർ നാമ ദിഷണാശാലിയാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്, കവിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. തലയോട്ടികൾ, പക്ഷെ തലയോട്ടികൾ കൊണ്ട് ഗോപുരങ്ങൾ തീർത്തയാളാണ് ബാബർ എന്ന് ഈ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ കുട്ടികളെ അടിമയാക്കിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ 7ാം ക്ലാസ് പാഠപുസ്തകത്തിൽ കാബൂളിൽ നിന്ന് വന്നിട്ട് ഡൽഹിയും ആഗ്രയും പിടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ബാബറിനെ പറ്റി ആകെ പറഞ്ഞിരുന്നത്. അക്ബറിനെ പറ്റി ഈ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിത്തോഗഡ് കോട്ട പിടിച്ചിട്ട് 30,000 ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്തു. പിന്നെ വിജയ സന്ദേശത്തിൽ അക്ബറിന്റെ വിജയ സന്ദേശം, അക്ബർ സെക്കുലർ ആണെന്നാണല്ലോ പറയുന്നത്. അക്ബർ വിജയ സന്ദേശത്തിൽ പറയുന്നത് ഈ പാഠപുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവിശ്വാസികളുടെ കോട്ടകൾ നഗരങ്ങൾ ഞാൻ പിടിച്ച് അവിടെ ഇസ്ലാം പടർത്തി. എൻ്റെ രക്തദാഹമുള്ള വാൾ കൊണ്ട് അവിശ്വാസികളുടെ ചിന്തകൾ അവരുടെ മനസ്സിൽ നിന്ന് വെട്ടി നീക്കി, അവരുടെ അവിശ്വാസം വെട്ടി നീക്കി, ഇസ്ലാമിലേക്ക് ചേർത്തു എന്നുമാണല്ലോ. താല്പര്യമില്ലാത്തവരെ ഇസ്ലാം എന്നുള്ളതാണല്ലോ. ഒന്നീച്ചാകുക അല്ലെങ്കിൽ ചേരുക. അതായത് നിങ്ങൾ ഇസ്ലാമിൽ ചേരുക, സമ്മതമല്ലെങ്കിൽ തല കണ്ടിച്ചിരിക്കും. അതാണ് ഡെത്ത് ഓർ ഇസ്ലാം എന്ന് പറയുന്നത്. എൻ്റെ രക്തദാഹമുള്ള വാളിനാൽ അവിശ്വാസികളുടെ ചിന്തകൾ അവരുടെ മനസ്സിൽ നിന്ന് വെട്ടി നീക്കി, ഞാൻ ക്ഷേത്രങ്ങൾ തകർത്തു. വിജയ സന്ദേശമാണ് അക്ബറിന്റെ. നല്ല ഒന്നാന്തരം മതേതരത്വമാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്. ഔറംഗസേബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പലരും മതേതരവാദിയായി അദ്ദേഹത്തിനെ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം ഗവർണർമാരോട് ക്ഷേത്രങ്ങൾ തകർക്കാൻ ഉത്തരവിട്ടു. കാശി, മധുര, സോമനാഥ് ക്ഷേത്രങ്ങൾ ആക്രമിച്ചു. അതിനു പുറമെ ജെയിൻ ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും ആക്രമിച്ചു. അതാണ് പാഠപുസ്തകം. അപ്പോൾ സിലബസ് മാറി. അതെ, സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. സിലബസ് സത്യസന്ധമായി. അപ്പൊ ഇനി ഇതിനെതിരെയും പ്രക്ഷോഭങ്ങളൊക്കെ വരാം അല്ലേ? ചിലപ്പോൾ പ്രക്ഷോഭം എന്ത് വരാനാണ്? ഇത് നമ്മൾ കോടതിയിൽ പോയാൽ തന്നെ ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കണ്ടേ? അത് പറ്റില്ല. അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് എത്ര തലകുത്തി നിന്നാലും സ്ഥാപിക്കാൻ പറ്റാത്ത വിധം ഇതിന്റെ തെളിവുകളും രേഖകളും ഒക്കെ ഉണ്ടല്ലോ. അതെ, അപ്പൊ വിപ്ലവകരമായ മാറ്റം എന്ന് പറയണം അല്ലേ? വലിയ വിപ്ലവകരമായ മാറ്റമല്ല, വിപ്ലവം തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.